തിരഞ്ഞെടുപ്പിന് ഇനി ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണുള്ളത്. തിരഞ്ഞെടുപ്പ് എല്ലാ സ്ഥാനാർത്ഥികളും ഇപ്പോൾ പ്രചരണം വേഗത്തിലാക്കിയിരിക്കുകയാണ്. നമ്മളോടൊപ്പം ഉള്ളത് കൊല്ലത്തെ UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രനാണ്. കൊല്ലത്തെ ചൂട് 40 ഡിഗ്രി പിന്നിട്ടിരിക്കുകയാണ്. സംസ്ഥാനത്ത് രണ്ടാമത്തെ ജില്ലയാണ് ഏറ്റവും കൂടുതൽ ചൂടുള്ള. എങ്ങനെയുണ്ട് ചൂട്? കൊല്ലം ജില്ലയിലെ ചൂട് 40 ഡിഗ്രി പിന്നിട്ടു. ഈ സമയത്ത് എങ്ങനെയാണ് പ്രചരണം നടക്കുന്നത്? കേരളത്തിന് പരിചിതമല്ലാത്ത നിലയിലുള്ള തീവ്രമായ കഠിനമായ ചൂടാണ് ഈ പ്രാവശ്യം നമ്മൾ അനുഭവിക്കുന്നത്. പക്ഷേ 40 ഡിഗ്രി സെൽഷ്യസ് ചൂട് കഴിയുമ്പോഴും പ്രവർത്തകരുടെ ആവേശവും ജനങ്ങളുടെ പിന്തുണയും കാണുമ്പോൾ ആ ചൂടെല്ലാം ഒന്നുമല്ലാതായി തീരുകയും ആവേശം അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന സ്ഥിതിയാണുള്ളത്. വലിയ സ്വീകാര്യതയാണ് പൊതുജനങ്ങളിൽ നിന്ന്, വോട്ടർമാരിൽ നിന്ന് ലഭിക്കുന്നത്. സഹപ്രവർത്തകരായിട്ടുള്ള UDF പ്രവർത്തകരിൽ നിന്ന് ആവേശകരമായ പിന്തുണയാണ് ലഭിക്കുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ രാവിലെ 8 മണിക്ക് അല്ലെങ്കിൽ 8:30 മണിക്ക് ആരംഭിക്കുന്ന പ്രചരണ പരിപാടി ഉച്ചയ്ക്ക് 2 മണി 3 മണിയോടുകൂടി ലഞ്ചിന് വേണ്ടി 1/4 മണിക്കൂർ ബ്രേക്ക് എടുക്കുന്നത് ഒഴിച്ചാൽ രാത്രി 10 മണിവരെ ആ പ്രചരണം അനുസ്യൂതമായി തുടരുകയാണ്. അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന നിലയിലുള്ള ആവേശകരമായ പ്രതികരണമാണ് സത്യത്തിൽ വോട്ടർമാരിൽ നിന്ന് ലഭിക്കുന്നത്, സഹപ്രവർത്തകരായിട്ടുള്ള UDF പ്രവർത്തകരിൽ നിന്നും നേതാക്കളിൽ നിന്നും ലഭിക്കുന്നത്. ഈ BJP ഇപ്പോൾ സ്ഥാനാർത്ഥി കൃഷ്ണകുമാരൻ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിട്ട് BJP പറയുന്നത് ഇപ്പോൾ UDF-ഉം NDA-യും തമ്മിലാണ് ഇപ്പോൾ മത്സരമുള്ളത്, LDF ഇല്ല. മാത്രമല്ല ഇപ്പോൾ പ്രേമചന്ദ്രൻ പോലും ഇപ്പോൾ പേടിച്ചിരിക്കുകയാണ്. BJP-യും UDF-ഉം തമ്മിലുള്ള ഒരു മത്സരമാണെന്ന് അത്തരത്തിലൊരു ഫീലിംഗ് തോന്നിയിട്ടുണ്ട് BJP കൊല്ലത്ത്. ഇല്ല, കേരളത്തിൽ നമുക്കറിയാം, കേരളത്തിൽ 2 രാഷ്ട്രീയ മുന്നണികളാണുള്ളത്. ഞാൻ അടിവരയിട്ട് പറയുന്നു, അതിലൊന്ന് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UDF-ഉം മറ്റൊന്ന് CPM-ന്റെ നേതൃത്വത്തിലുള്ള LDF. ഞാൻ BJP-യുടെ ശക്തിയെയും BJP-യുടെ സാന്നിധ്യത്തെയും കുറച്ചു കാണിക്കുകയല്ല. പക്ഷേ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ കൃത്യമായ ഒരു രാഷ്ട്രീയ ധ്രുവീകരണമുണ്ട്. UDF വേഴ്സസ് LDF, LDF വേഴ്സസ് UDF എന്നുള്ള രാഷ്ട്രീയ ധ്രുവീകരണമുണ്ട്. കേരള തെരഞ്ഞെടുപ്പിൽ BJP-ക്ക് ചിത്രത്തിലില്ല. ചിത്രത്തിലില്ല എന്ന് ഞാൻ ഒരിക്കലും പറയാം. അവർ നല്ലതുപോലെ അവരുടെ പ്രസൻസ് അവർ തെളിയിക്കുന്നുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ഉണ്ടാകില്ല എന്നതിന് പ്രധാനപ്പെട്ട കാരണം കേരളത്തിന്റെ രാഷ്ട്രീയ സമവാക്യം വളരെ കൃത്യമാണ്, വ്യക്തമാണ്. കാരണം മതേതര ജനാധിപത്യ രാഷ്ട്രീയത്തിന് വളക്കൂറുള്ള മണ്ണാണ് കേരളം. നവോത്ഥാനത്തിലുള്ള ഉഴുതുമറിച്ച പുരോഗമന ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെയും മതേതര പ്രസ്ഥാനങ്ങളുടെയും വളക്കൂറുള്ള മണ്ണായിട്ടുള്ള കേരളത്തിൽ അത്തരത്തിലൊരു മതാധിഷ്ഠിതമായ രാഷ്ട്രീയവുമായി മുന്നോട്ട് വരുന്ന ശക്തികൾക്ക് കേരളത്തിന്റെ മണ്ണിൽ തെരഞ്ഞെടുപ്പ് വിജയം ആർജിക്കാൻ അതിസാഹസികമാണ്, പ്രയാസമാണ്. അവിടെയാണ് രാഷ്ട്രീയമായി ജനാധിപത്യപരമായി 2 ചേരികളിലാണെങ്കിൽ പോലും LDF-ഉം UDF-ഉം എന്ന നിലയിലേക്ക് കേരളത്തിന്റെ രാഷ്ട്രീയ സമവാക്യം മാറുന്നതും അതുകൊണ്ട് തന്നെയാണ്. കേരളത്തിന്റെ പ്രത്യേകതയാണ്. തമിഴ്നാട് പോലെയുള്ള സംസ്ഥാനങ്ങൾ അത് പിന്തുടരുന്നു എന്നുള്ളതും ഏറെ സ്വാഗതാർഹമായിട്ടുള്ള കാര്യമാണ്. ഈ കഴിഞ്ഞ ദിവസം സുരേന്ദ്രൻ, BJP സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രന്റെ പ്രസ്താവന അങ്ങ് കേട്ടിട്ടോ? സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റി ഗണപതി വട്ടം ആക്കുമെന്നാണ് അദ്ദേഹം നൽകിയ ഒരു കാര്യം. ആ പ്രസ്താവനയോട് കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ആളുകൾ വലിയ തോതിൽ വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തെ വളരെ സങ്കുചിതമായിട്ടുള്ള വർഗീയവൽക്കരണത്തിലൂടെ, മതവൽക്കരണത്തിലൂടെ, സ്ഥലനാമങ്ങൾ പോലും ഈ രൂപത്തിൽ വികൃതമായി വികലമായി വ്യാഖ്യാനിക്കുന്നതിലൂടെ അവിടെ ഒരു സമൂഹത്തിന്റെ പിന്തുണ ആർജിക്കാൻ കഴിയുമെന്ന ധാരണ ഒരുപക്ഷെ അവർക്കുണ്ടായേക്കും. പക്ഷെ ഇത് BJP മനസ്സിലാക്കേണ്ടത് ഇത് കേരളമാണ്, നവോത്ഥാന കേരളമാണ്, മതേതര കേരളമാണ്. ഈ മതേതര മണ്ണിൽ വർഗീയതയുടെ വിഷവിത്ത് വിതച്ച് വർഗീയവൽക്കരിക്കാൻ വേണ്ടി നടത്തുന്ന പരിശ്രമങ്ങൾ, അത് സ്ഥലനാമങ്ങൾ മാറ്റിയായാലും മറ്റ് പല രൂപത്തിലായാലും ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തെ അനുകരിക്കാനാണ് സത്യത്തിൽ BJP പ്രസിഡന്റ് ശ്രീ സുരേന്ദ്രൻ കേരളത്തിൽ ചെയ്യുന്നത്. ഒരു കാരണവശാലും ഇതൊന്നും കേരളത്തിന്റെ മണ്ണിൽ നടപ്പാകാൻ പോകുന്നില്ല. അതുതന്നെയാണ് BJPക്ക് കേരളത്തിലെ ജനങ്ങൾ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് BJPയെ പുറത്തു നിർത്തുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണവും ഇത് തന്നെയാണ്. ഈ വർഗീയവൽക്കരണം കേരളം ഇഷ്ടപ്പെടുന്നില്ല. ഇവിടെ മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യാനിയും ഇതര മതവിഭാഗങ്ങളും സാമുദായിക വിഭാഗങ്ങളും എന്തെല്ലാം അഭിപ്രായ വ്യത്യാസങ്ങളും ഭിന്നമായ വൈജാത്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും അവരെല്ലാം ഒരു സാഹോദര്യ മനോഭാവത്തോടെ, സൗഹൃദ മനോഭാവത്തോടെ, സന്തോഷത്തോടുകൂടി ജീവിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ആ കേരളത്തിന്റെ മണ്ണിനെ സാമുദായികമായ ധ്രുവീകരണം സൃഷ്ടിച്ച് അതിലൂടെ വർഗീയമായ മുതലെടുപ്പ് നടത്താൻ BJP നടത്തുന്ന പരിശ്രമങ്ങൾ നല്ലതുപോലെ സാക്ഷരത ബോധമുള്ള കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയും, അതിനെ പ്രതിരോധിക്കും. അതിനെ അതിജീവിച്ചുകൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ
മതേതര ജനാധിപത്യ രാഷ്ട്രീയം കൂടുതൽ ശക്തിയോടുകൂടി നിലനിൽക്കും. ഇത്തരത്തിൽ സ്ഥലനാമ പേരുകൾ മാറ്റുന്നതൊക്കെ എത്ര ബാലിശമാണ്! എത്ര 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 ഇതാണോ ഒരു രാജ്യത്തിന്റെ പ്രശ്നം? ഇവിടെ വിലക്കയറ്റം കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടുന്നു. പാചകവാതക വിലവർദ്ധനവും പെട്രോളും ഡീസലും ഉൾപ്പെടെ ജനങ്ങൾ പൊറുതിമുട്ടുമ്പോൾ അത്തരം ജനകീയ പ്രശ്നങ്ങൾ ഒരു പൊതു തെരഞ്ഞെടുപ്പിൽ വയ്ക്കുന്നതിന് പകരം സുൽത്താൻ ബത്തേരിയുടെ നാമം മാറ്റും എന്നൊക്കെ നിലയിൽ പറഞ്ഞ് അതിന് മതപരമായ പരിപ്രേക്ഷ്യം നൽകുന്നത് നടപടിയാണ്. ഇതാണ് BJPയുടെ രാഷ്ട്രീയ നിലവാരം. അതുകൊണ്ടാണ് കേരളത്തിൽ BJPക്ക് വളക്കൂറുണ്ടാകാൻ കഴിയാതെ പോകുന്നതും ഈ കാരണം കൊണ്ടാണ്. കൊല്ലത്ത് അങ്ങയുടെ ഭൂരിപക്ഷം വളരെ കുറയുമെന്നാണ് പലരും പറയുന്നത്, അതായത് എതിർ പാർട്ടികളടക്കം പറയുന്നത്. അതിന് എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിന് എങ്ങനെയാണ് ആളുകൾ ആവശ്യത്തോടെയാണോ പ്രചാരണത്തിൽ? ഭൂരിപക്ഷമൊന്നും ഞങ്ങൾക്കൊരു പ്രശ്നമേ അല്ല. ഇതൊരു രാഷ്ട്രീയ പോരാട്ടമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. മത്സരത്തിൽ തെരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഭൂരിപക്ഷമൊക്കെ ജനങ്ങൾ ഭൂരിപക്ഷത്തിന് വേണ്ടിയിട്ടല്ലല്ലോ മത്സരിക്കുന്നത്. ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയ മത്സരത്തിൽ ജയിക്കുക, ഭൂരിപക്ഷമൊക്കെ പിന്നീട് വരുന്ന പ്രശ്നങ്ങളാണ്. ജയിക്കാൻ വേണ്ടി കഠിനാധ്വാനം നടത്തുക, നല്ലതുപോലെ പരിശ്രമിക്കുക, അത് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഭൂരിപക്ഷം എത്രയെന്നും ജയാപജയങ്ങളെ സംബന്ധിച്ചുമൊക്കെ ജനം തീരുമാനിക്കും. അത് ഓരോരുത്തരുടെയും വിലയിരുത്തലിന് പ്രതികരിക്കാൻ ഞങ്ങൾ ആരും തയ്യാറല്ല. ഞങ്ങൾ കഠിനമായ അധ്വാനത്തിലൂടെ തിളക്കമുള്ള വിജയം ഈ തെരഞ്ഞെടുപ്പിൽ കൈവരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കഠിനാധ്വാനത്തിലാണ്, അതിസാഹസികമായിട്ടുള്ള പരിശ്രമത്തിലാണ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാനും UDF പ്രവർത്തകരും ഏർപ്പെട്ടിട്ടുള്ളത്. അവിടെ ഭൂരിപക്ഷമെല്ലാം അപ്രസക്തമാണ്. വലിയ ആവേശത്തോടു കൂടിയാണ് ജനങ്ങൾ ഈ രാത്രിയിലടക്കം അങ്ങയെ സ്വീകരിക്കാനായി എത്തുന്നത്. രാവിലെ അടക്കം എല്ലാവരും തന്നെ എത്തുന്നുണ്ട്. ഈ ജനങ്ങൾക്ക് എന്താണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത് ജനങ്ങളോട്? ഭൂരിപക്ഷം നല്ലതുപോലെ കുറയുമെന്ന് പറഞ്ഞതിനുള്ള മറുപടിയാണ് ജനങ്ങൾ ഈ കാണിക്കുന്നത്. കാരണം സാധാരണഗതിയിൽ ഞാൻ എത്രയോ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചിരിക്കുന്നു. ഒരു തെരഞ്ഞെടുപ്പിലും ലഭിക്കാത്ത പൊതു സ്വീകാര്യത ഈ തെരഞ്ഞെടുപ്പിലുണ്ട് എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. 10 വർഷം പാർലമെന്റ് അംഗമായിരുന്നതിന് ശേഷം പിന്നീട് ജനമധ്യത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് വോട്ട് ചോദിക്കുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന പ്രതികരണങ്ങളുണ്ട്, പരിവേദനങ്ങളുണ്ട്, പരാതികളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. ഇത് വളരെ വളരെ മിനിമലാണ്. ഒരു ആന്റി ഇൻകംബൻസി ഫാക്ടർ ലോക്സഭാംഗത്തെ സംബന്ധിച്ചിടത്തോളം കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലില്ല. അതുതന്നെയാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് തിളക്കമുള്ള ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അവിടെയാണ് ഇപ്പോൾ ഭൂരിപക്ഷം കുറയ്ക്കുമെന്ന നിലയിലേക്കായി. ഏതായാലും ജയിക്കുമെന്ന് സമ്മതിക്കുന്നെങ്കിൽ അത്രയും നല്ലത്. ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ മിനിമം പരിപാടി. ഭൂരിപക്ഷം എത്രയായാലും സന്തോഷത്തോടുകൂടി ഞങ്ങൾ സ്വീകരിക്കും. ജയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിലാണ് ഞങ്ങൾ ഏർപ്പെട്ടിട്ടുള്ളത്. നല്ല മത്സരമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, LDF വേഴ്സസ് UDF എന്ന് പറയുമ്പോൾ തന്നെ കേന്ദ്രത്തിൽ കേന്ദ്ര ഗവൺമെന്റിനെ പ്രതിനിധീകരിക്കുന്ന കേന്ദ്രം ഭരിക്കുന്ന BJPയുടെ സ്ഥാനാർത്ഥിയുടെ സാന്നിധ്യം ഞങ്ങൾ വിസ്മരിക്കുന്നില്ല. രണ്ട് പ്രധാനപ്പെട്ട, ഒന്ന് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ സ്ഥാനാർത്ഥി, സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ സ്ഥാനാർത്ഥി, BJP CPM NDA LDF ഈ രണ്ട് മുന്നണികൾ അധികാരവും സമ്പത്തും സംഘടനയും കേന്ദ്രീകരിച്ചിരിക്കുന്ന രണ്ട് ശക്തമായ മുന്നണികളുമായിട്ടാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് എന്ന പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകതയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കഠിനമായ പ്രയത്നത്തിലൂടെ മാത്രമേ ഞങ്ങൾക്ക് ഈ വിജയം കൈവരിക്കാൻ കഴിയൂ. സമ്പത്തിന്റെ കുത്തൊഴുക്കാണ്. നിങ്ങൾക്ക് ഈ നിയോജക മണ്ഡലത്തിൽ പരിശോധിച്ച് ഇലക്ഷൻ കമ്മിറ്റി ഓഫീസുകൾ, ഒരു ബൂത്ത് കമ്മിറ്റി ഓഫീസ് പോലും 10,000-കണക്കിന് രൂപ ചെലവഴിച്ചാണ് ബൂത്ത് കമ്മിറ്റി ഓഫീസ്. ഞങ്ങളുടെ ബൂത്ത് ഓഫീസും ഇലക്ഷൻ കമ്മിറ്റി ഓഫീസും ഒക്കെ കണ്ടാൽ ഞങ്ങളുടെ സാമ്പത്തികമായ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ രണ്ടുപേരും പണം ഒഴുക്കുകയാണ്, BJPയും CPM-ഉം. CPM പ്രഖ്യാപിച്ചിട്ടുള്ള കൊല്ലം ഞങ്ങൾ ചുവപ്പിക്കും, CPM പ്രഖ്യാപിച്ചിരിക്കുന്നത് BJP ഞങ്ങൾ കാവ്യവൽക്കരിക്കും. ഞങ്ങൾ ഇതിന്റെ രണ്ടിന്റെയും ഇടയ്ക്ക് ജനങ്ങളെ വിശ്വാസത്തിലെടുക്കുന്നു. ഞങ്ങൾ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. ഇതിനകം 1.5 ലക്ഷം 2 ലക്ഷത്തോളം ആൾക്കാരെ ഞാൻ നേരിൽ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ നേരിൽ കണ്ട് അവരുമായി ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. ജനങ്ങളാണ് ശക്തി. തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് ചെലവഴിക്കുന്ന കോടികളേക്കാൾ, ധൂർത്തിനേക്കാൾ, ആർഭാടത്തേക്കാൾ ജനങ്ങളുടെ വിശ്വാസം ആർജിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത്, ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങളുടെ പ്രചരണ പരിപാടി നിങ്ങൾ പരിശോധിച്ചാൽ 2ാം ഘട്ടം 22 വരെയാണ്. മുഴുവൻ ഗ്രാമപഞ്ചായത്ത് വാർഡുകളിൽ ഞങ്ങൾ സന്ദർശിക്കുന്നു. 1219 ബൂത്തുകളിലും പോയി ജനങ്ങളെ നേരിൽ കണ്ട് ഞങ്ങൾ സ്വീകരണം ഏറ്റുവാങ്ങുകയാണ്. ഒരു ചരിത്രത്തിലുണ്ടായിട്ടില്ല. ഈ ഒരു മാസക്കാലം മുഴുവൻ കടകമ്പോളങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആരാധനാലയങ്ങളും ചന്തകളും അതുപോലെ പൊതുവിപണികളും പൊതുസ്ഥാപനങ്ങളും ഫാക്ടറികളും സന്ദർശിച്ച് ജനങ്ങളുമായി നേരിട്ട് സംവദിച്ചു. ഇപ്പോൾ 1210 ഒരു ബൂത്തിൽ 2-3 സ്വീകരണം ഞങ്ങൾ വെച്ചിട്ടുണ്ട്. മുഴുവൻ ജനങ്ങളെയും നേരിൽ കണ്ട് ഞങ്ങൾ രാഷ്ട്രീയം പറയുന്നു,
ആ രാഷ്ട്രീയത്തെയാണ് ഞങ്ങൾ മുഖവിലേക്ക് എടുക്കുന്നത്. അതിനപ്പുറത്ത് വ്യക്തിഗതമായി ഉന്നയിക്കുന്ന ആക്ഷേപങ്ങൾ അപ്രസക്തമായി മാറിത്തീരും. ആ രാഷ്ട്രീയമായ താല്പര്യം മുമ്പിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ മത്സരിക്കുമ്പോൾ അതിനനുസരിച്ച് ജനങ്ങൾ ഞങ്ങളോടൊപ്പം നിൽക്കും. നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നുള്ള പ്രതീക്ഷയാണ്, ശുഭാപ്തി വിശ്വാസമാണ് UDF-ന് പൊതുവേ ഉള്ളത്, സ്ഥാനാർത്ഥി എന്ന നിലയിൽ എനിക്കും. മൂന്നാം ഘട്ടവും വിജയം കൈവരിക്കാൻ വേണ്ടിയാണ് UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രൻ ഇപ്പോൾ കളത്തിലിറങ്ങിയിരിക്കുന്നത്. ഭൂരിപക്ഷമല്ല, വിജയം തന്നെയാണ് ലക്ഷ്യമെന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് നന്ദു പേരാമ്പ്രയ്ക്കൊപ്പം റിപ്പോർട്ടർ ദിലീപ് ദേവസ്യ, ഇൻ റിപ്പോർട്ടർ, കൊല്ലം.